ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 10 വാക്യം. ആ വാക്യത്തിൽ രണ്ടാമത്തെ ചിന്ത, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തുകയും ചെയ്യുമെന്ന് ഈ 10 വാക്യത്തിൽ അടിവരയിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ്. ഏറിയ നാളുകൾ ഇയ്യോബിനെ അകാരണമായി അപമാനിക്കുകയും നിന്ദിക്കുകയും പഴിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആ പ്രിയപ്പെട്ടവർ ഇയ്യോബിൻ്റെ അരികിലേക്ക് വന്ന് ഞങ്ങൾ തെറ്റിപ്പോയെന്നും ഞങ്ങളോട് ക്ഷമിക്കണമെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആഴമായി ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ വാക്കുകൾ കേട്ടിട്ട് അവർക്ക് വേണ്ടി പരമാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചതായ ഒരു ഇയ്യോബിൻ്റെ പ്രാർത്ഥന അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ശത്രുക്കളോട് ക്ഷമിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം മനസ്സ് കാണിക്കുന്നു എങ്കിൽ ദൈവം നമ്മളോട് കരുണ കാണിപ്പാനും നമ്മളെ വിടുവിപ്പാനും ഇടയായിത്തീരുമെന്ന വാക്ക് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ളതായ വിശ്വാസികളോട് ഓർപ്പിക്കുമ്പോൾ പറയുന്ന സദൃശവാക്യത്തിലെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ ഒരു വാക്കുണ്ട്. അത് 12 അധ്യായം 20 വാക്യമാണ്. നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന വാക്കുകളാണ്. ഇവിടെ എന്താണ് ഓർപ്പിക്കുന്നത്? നമ്മെ അപമാനിക്കുന്ന, നമ്മെ നിന്ദിക്കുന്ന, നമ്മെ പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ അരികത്തേക്ക് വരുമ്പോൾ അവരെ സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമൊക്കെ നാം മനസ്സ് കാണിക്കുമ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരവും അവർക്ക് കുടിപ്പാൻ വെള്ളവും ഒക്കെ നാം കൊടുക്കുമ്പോൾ തിന്മ ചെയ്തവരോട് തിന്മ തന്നെ തിരികെ ചെയ്യാതെ നന്മ തിരികെ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മുടെ അവസ്ഥകൾക്ക്, നമ്മുടെ സ്ഥിതികൾക്ക്, നമ്മുടെ സാഹചര്യങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തുവാൻ ഇടയാകുകയും ചെയ്യും എന്നുള്ള വാക്കുകളാണ് ആ വാക്യത്തിനുള്ളിലും ഓർപ്പിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടം മുഴുവനും ഇയ്യോബിൻ്റെ പിന്നാലെ നടന്ന് ഇയ്യോബിനെ അപമാനിച്ച, നിന്ദിച്ച, പഴിച്ച, പരിഹസിച്ച ഈ സ്നേഹിതന്മാർ 3 പേരും ഇയ്യോബിൻ്റെ അരികിൽ വന്നിട്ട് ഞങ്ങൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹൃദയം തുറന്ന് അവരുടെ കുറ്റങ്ങൾ അവരോട് ക്ഷമിച്ചു കൊടുത്ത് മനസ്സ് നിറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാനും അവന് നഷ്ടപ്പെട്ടതൊക്കെ അവൻ ഇരട്ടിയായി മടക്കി ലഭിപ്പാനും അവൻ്റെ ശാരീരിക പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടാകുവാനും ഇടയായിത്തീർന്നു എന്ന് തിരുവചനത്തിനകത്ത് നാം വായിക്കുന്നെങ്കിൽ ഒരു കാര്യം നാം ഗ്രഹിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റി നിന്ദിച്ചവരുടെ മുമ്പിൽ, പഴിച്ചവരുടെ, പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവം നമ്മെ മാനിച്ചുയർത്തുവാനും ആ നിലകളിൽ നമ്മെ അനുഗ്രഹിപ്പാനും ഇടയായിത്തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ, അർപ്പണത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പരമാർത്ഥതയോടും ആത്മാർത്ഥതയോടും പ്രാർത്ഥിപ്പാനും ആ പ്രാർത്ഥന അവർക്കും മാത്രമല്ല ഞങ്ങൾക്കും ഒരു വിടുതലായി തീരുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.